ഇത് കടുവയിൽ പള്ളി, തിരുവനന്തപുരം ജില്ലയിലെ തോട്ടക്കാട്ട് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ പള്ളിയാണ് കടുവയിൽ പള്ളി. മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായ ഇവിടം ഒരു ബ്രാഹ്മണന്റെ ഉടമസ്ഥതയിലായിരുന്നു. മുൻകാലത്ത് വനപ്രദേശമായിരുന്ന ഇവിടം വൃത്തിയാക്കുന്നതിനിടയിൽ ഒരു ഖബർ കാണപ്പെടുകയുണ്ടായി. ഖബറിന്റെ മീസാങ്കല്ലിൽ തട്ടി രക്തം വരുന്നത് കണ്ട ജോലിക്കാർ ബ്രാഹ്മണനെ വിവരമറിയിക്കുകയും ബ്രാഹ്മണൻ ഈ സ്ഥലം മുസ്ലിങ്ങൾക്ക് വേണ്ടി നൽകുകയും അവിടെ പള്ളി നിർമ്മിക്കുകയും ചെയ്തു. നിരവധി കറാമത്തുകൾ കാണപ്പെട്ട സ്ഥലം കൂടിയാണ് കടുവയിൽ പള്ളി. ദിനേനെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ നൂറുകണക്കിന് ആളുകളാണ് അഭയം തേടി ഈ മഖാമിലേക്ക് എത്താറുള്ളത്. 400-ലേറെ വർഷം പഴക്കമുള്ള ഈ മഖാമിൽ വർഷം തോറും വിപുലമായ വ്യത്യസ്ത പരിപാടികൾ നടത്താറുണ്ട്. അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരുടെ മക്ബറകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നമുക്ക് കാണാം. അവിടെയെല്ലാം നിരവധി ജനങ്ങൾ വന്ന് അവരെ സിയാറത്ത് ചെയ്യുകയും അവരുടെ സഹായം തേടുകയും അവരിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി തിരിച്ചു മടങ്ങുകയും ചെയ്യുന്ന കാഴ്ച നിത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നു. വലിയ എന്നതിന് അടുത്തവൻ എന്നാണ് ഭാഷയിൽ അർത്ഥം. ഇഖ്ലാസിന്റെയും ഇബാദത്തുകളുടെയും ആധിക്യം നിമിത്തം അടിമ അള്ളാഹുവുമായും അനുഗ്രഹം, കാരുണ്യം, ഗുണം എന്നിവയിലൂടെ അള്ളാഹു അടിമയുമായും അടുക്കുമ്പോൾ വിലായത്ത് ഉണ്ടായിത്തീരുന്നു. ഇസ്ലാമിക ശരീഅത്ത് നിയമങ്ങൾ അക്ഷരത്തിലും അർത്ഥത്തിലും ജീവിതത്തിൽ പകർത്തി സംശുദ്ധമായ ജീവിതം കാഴ്ചവെക്കുന്നവർക്കു മാത്രമേ വിലായത്തിന്റെ പദവി എത്തിപ്പിടിക്കാൻ സാധിക്കുകയുള്ളൂ. അത്തരക്കാരെ ആദരിച്ച് അള്ളാഹു അവർക്ക് പല കറാമത്തുകളും നൽകുന്നതും അവരുടെ പൂർണ്ണ സംരക്ഷണം അള്ളാഹു ഏറ്റെടുക്കുന്നതുമാണ്. ഔലിയാക്കളുടെ പേരിൽ ഭക്ഷണമോ മറ്റോ നേർച്ച നേർന്ന് അവരുമായി ബന്ധപ്പെട്ടവർക്കോ മറ്റോ അത് വിതരണം ചെയ്യുന്നത് പുണ്യകർമ്മമാണ്. അവരുമായി ആത്മീയ ബന്ധം സ്ഥാപിക്കുവാനും അവരുടെ സഹായം ലഭിക്കുവാനും അത് നിമിത്തവുമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമുക്കിങ്ങനെ വായിക്കാം. അഫ്ദലുൽ അഅ്മാലി അൽ ഹബ്ബു ഫില്ലാഹി വൽ ബഗ്ദു ഫില്ലാഹ്. സൽക്കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അള്ളാഹുവിന്റെ കാര്യത്തിൽ ഇഷ്ടപ്പെടലും അള്ളാഹുവിന്റെ കാര്യത്തിൽ ദേഷ്യപ്പെടലുമാണ്. അഥവാ അള്ളാഹു പ്രിയം വെച്ചവരെ പ്രിയം വെക്കലും അവൻ ദേഷ്യപ്പെട്ടവരോട് ദേഷ്യപ്പെടലും ഏറ്റവും വലിയ പുണ്യകർമ്മമാണ്. അള്ളാഹുവിന്റെ അമ്പിയാക്കളും അവന്റെ ഔലിയാക്കളും അവന്റെ ഇഷ്ടദാസന്മാരാണെന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ലല്ലോ. അവരുടെ പേരിൽ സംഭാവന ചെയ്യുന്നത് അവരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപത്നി മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ ആടിനെ അറുത്ത് സംഭാവന ചെയ്തിരുന്നത് അവരോടുള്ള സ്നേഹത്തിന്റെ ഭാഗമായി നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമല്ലോ. മഹാന്മാരെ സന്ദർശിക്കുന്നതിനെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇങ്ങനെയാണ്: മഹാന്മാരെ സന്ദർശിക്കുന്നവർക്ക് ഉഖറവിയായ സഹായം ലഭിക്കുന്നതാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹം തടയപ്പെട്ട ഹതഭാഗ്യരല്ലാതെ അത് നിഷേധിക്കുന്നതല്ലല്ലോ. അള്ളാഹുവിന്റെ ഭവനങ്ങൾ മതചിഹ്നങ്ങളാണ്. അവ കേടുകൂടാതെ സംരക്ഷിക്കലും ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരുടെ ബാധ്യതയാണ്. അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അമ്പിയാക്കളും ഔലിയാക്കളും ആദരിക്കപ്പെടേണ്ടവർ തന്നെയാണ്. അവരുടെ മഖ്ബറകൾ സിയാറത്ത് ചെയ്തുകൊണ്ടും ബർക്കത്തെടുത്തുകൊണ്ടും പരിപാലിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെയാണ് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും സാലിഹീങ്ങളുടെയും ഖബറുകൾ പരിപാലിക്കുന്നതിന് സ്വത്ത് വസിയ്യത്ത് ചെയ്യാമെന്ന് പണ്ഡിതന്മാർ വിധി എഴുതിയതും ഇക്കാര്യം വിശ്വവിഖ്യാതമായ പണ്ഡിതന്മാർ ഇമാം നവവി റളിയല്ലാഹു അൻഹു അതുപോലെ ഇമാം റാഫിഈ റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ വ്യക്തമാക്കിയിട്ടുമുണ്ട്. മഹാന്മാരുമായി ബന്ധം സ്ഥാപിക്കുന്നതും അവരെ സന്ദർശിക്കുന്നതും അവരുടെ മഖ്ബറകൾക്ക് ഖിദ്മത്ത് ചെയ്യുന്നതും അവരുടെ ശഫാഅത്തും ഉഖറവിയായ സഹായവും ലഭിക്കാൻ നിമിത്തമാണെന്ന് വിശ്വവിഖ്യാതമായ ഒരുപാട് പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കടുവയിൽ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ സയ്യിദന്മാർ, മറ്റ് ഔലിയാക്കൾ, അവരുടെ സഹായവും അവരുടെ നോട്ടവും ഇരുലോകത്തും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.